PSC ഡയറിയിലേക്ക് സ്വാഗതം. 2023 മെയ് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. മുൻ ഇന്ത്യൻ ബോക്സറും ഒളിമ്പ്യനുമായ കൗർ സിംഗ് അന്തരിച്ചു. 1982 ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ്. മുൻ ഇന്ത്യൻ ബോക്സറും ഒളിമ്പ്യനുമായ കൗർ സിംഗ് അന്തരിച്ചു. 1982 ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ്. ഈ ചോദ്യം ഇങ്ങനെ വരാം. അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ബോക്സറും 1982 ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവുമായ വ്യക്തിയാര്? കൗർ സിംഗ്. അടുത്തൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയിൽ പ്രതീക്ഷിക്കാം നമുക്ക്. സാഹസിക സമുദ്ര പര്യടനമായ ഗോൾഡൻ ഗ്ലോബ് റേസിൽ മലയാളിയായ കമാൻഡർ അഭിലാഷ് ടോമിക്ക് രണ്ടാം സ്ഥാനമാണ് കേട്ടോ. SV ബയാനത്ത് എന്ന പായ്വഞ്ചിയിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ പായ്വഞ്ചിയുടെ പേരാണ് SV ബയാനത്ത്. ദക്ഷിണാഫ്രിക്കൻ വനിത കിർസ്റ്റൻ ന്യൂഷിഫറാണ് ഒന്നാമതെത്തിയത്. അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കാണ് ലഭിച്ചത്? കിർസ്റ്റൻ ന്യൂഷിഫർ. ഈ വനിത ദക്ഷിണാഫ്രിക്കൻ വനിതയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സാഹസിക സമുദ്ര പര്യടനമായ ഗോൾഡൻ ഗ്ലോബ് റേസിൽ മലയാളിയായ കമാൻഡർ അഭിലാഷ് ടോമിക്ക് രണ്ടാം സ്ഥാനം. SV ബയാനത്ത് എന്ന പായ്വഞ്ചിയിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. ദക്ഷിണാഫ്രിക്കൻ വനിത കിർസ്റ്റൻ ന്യൂഷിഫറാണ് ഒന്നാമതെത്തിയത്. ഈ കിർസ്റ്റൻ ന്യൂഷിഫർ എന്ന് പറയുന്ന വനിത ദക്ഷിണാഫ്രിക്കക്കാരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ് ഒന്ന് മനസ്സിലേക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദക്ഷിണാഫ്രിക്കൻ വനിതയാണ് കിർസ്റ്റൻ ന്യൂഷിഫർ. അവർക്കാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ അഭിലാഷ് ടോമിക്ക്. അദ്ദേഹത്തിൻ്റെ പായ്വഞ്ചിയുടെ പേരാണ് SV ബയാനത്ത്. ഇപ്പോൾ കിട്ടിയല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. ബഹ്റൈൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ പ്രഥമ വിശ്വകലാരത്ന അന്താരാഷ്ട്ര പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്ക്. 5 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബഹ്റൈൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ പ്രഥമ വിശ്വകലാരത്ന അന്താരാഷ്ട്ര പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്ക്. 5 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 പത്മപ്രഭ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. അപ്പോൾ 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രൻ. LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി സിദ്ധാർത്ഥ മൊഹന്തി നിയമിതനായി. തമിഴ് നടനും സംവിധായകനുമായ മനോബാല അന്തരിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നമുക്ക് നോക്കാം. അമീൽ ഖലീൽ പെയിൻറ്റിങ്ങിന്, KS പ്രകാശൻ ഡ്രോയിങ്ങിന്, KR ഷാജൻ ശില്പം, PB ഷീജ പെയിൻറ്റിങ്, KS ശ്രീനാഥ് ന്യൂ മീഡിയ, അനു ജോൺ ഡേവിഡ് ഫോട്ടോഗ്രഫി, K ഉണ്ണികൃഷ്ണൻ കാർട്ടൂൺ എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ കിരീടം നാപ്പോളിക്ക്. ബ്രിട്ടൻ്റെ പരമാധികാരിയായി ചാൾസ് മൂന്നാമൻ അധികാരമേറ്റു. അതൊന്ന് നോട്ട് ചെയ്തോളുക. ബ്രിട്ടൻ്റെ പരമാധികാരിയായി ചാൾസ് മൂന്നാമൻ, ഇപ്പോൾ ബ്രിട്ടനിലെ രാജാവാണല്ലോ, ചാൾസ് മൂന്നാമൻ അധികാരമേറ്റു. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരം C രാധാകൃഷ്ണന്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരം C രാധാകൃഷ്ണന്. 2023 ONV സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി C രാധാകൃഷ്ണൻ. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ, അതായത് 2023 ആദ്യ ചുഴലിക്കാറ്റാണ് മോഖ. യമൻ ആണ് ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ചുഴലിക്കാറ്റും അതിന് പേര് നൽകിയ രാജ്യവും അടുത്തിടെയുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട 2023 ആദ്യ ചുഴലിക്കാറ്റാണ് മോഖ. യമൻ ആണ് ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ മോഖ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് ഇത് രൂപപ്പെട്ടത്. യമനാണ് പേര് നൽകിയത്. അപ്പോൾ ഈ 3 പോയിൻ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ബംഗാൾ ഉൾക്കടലിൽ, മോഖ, യമൻ. കഴക്കൂട്ടം മുൻ MLAയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും നെടുമങ്ങാട് നഗരസഭ അധ്യക്ഷയുമായിരുന്ന പ്രൊഫസർ നബീസ ഉമ്മാൾ 92 വയസ്സ് അന്തരിച്ചു. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ കേരളത്തിലെ ആദ്യ മുസ്ലിം വനിതയാണ്. 2000 രാഷ്ട്രപതിയുടെ സ്ത്രീ ശാക്തീകരണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം മുൻ MLAയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും നെടുമങ്ങാട് നഗരസഭാ അധ്യക്ഷയുമായിരുന്ന പ്രൊഫസർ നബീസ ഉമ്മാൾ അന്തരിച്ചു. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ കേരളത്തിലെ ആദ്യ മുസ്ലിം വനിതയാണ്. 2000 രാഷ്ട്രപതിയുടെ സ്ത്രീ ശാക്തീകരണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മൃദംഗ വിദ്വാൻ കാരൈക്കുടി R മാണി അന്തരിച്ചു. മൃദംഗ വിദ്വാൻ കാരൈക്കുടി R മാണി അന്തരിച്ചു. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് അസോസിയേറ്റഡ് പ്രസ്സിനും, AP എന്നാണ് അസോസിയേറ്റഡ് പ്രസ് അറിയപ്പെടുന്നത്, ന്യൂയോർക്ക് ടൈംസിനും പത്രപ്രവർത്തനത്തിലെ സമാദരണീയ പുരസ്കാരമായ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു.
യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് അസോസിയേറ്റഡ് പ്രസ്സിനും ന്യൂയോർക്ക് ടൈംസിനും പത്രപ്രവർത്തനത്തിലെ സമാദരണീയ പുരസ്കാരമായ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ചില വിവരങ്ങൾ ഇങ്ങനെ വായിച്ച് ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി വിടുക, അതെവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്തോളും ശരിക്കും. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് അസോസിയേറ്റഡ് പ്രസ്സിനും ന്യൂയോർക്ക് ടൈംസിനും പത്രപ്രവർത്തനത്തിലെ സമാദരണീയ പുരസ്കാരമായ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും പരീക്ഷകൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ നമ്പറിലേക്ക് ആഡ്മി എന്ന റിക്വസ്റ്റ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. സംസ്ഥാനത്തെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം പ്രഖ്യാപിച്ചു. പി ശ്രീദേവി സീനിയർ നഴ്സിംഗ് ഓഫീസർ കൊല്ലം ജില്ലാ ആശുപത്രി, MC ചന്ദ്രിക ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തൃശൂർ താലൂക്ക് ആശുപത്രി, വി സിന്ധുമോൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാനത്തെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം പ്രഖ്യാപിച്ചു. പി ശ്രീദേവി, MC ചന്ദ്രിക, വി സിന്ധുമോൾ എന്നിവർക്കാണ് പുരസ്കാരം. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ സൂചിക പ്രകാരം ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 161 സ്ഥാനം, ഏറ്റവും പിന്നിലാണ് അല്ലേ. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 161 സ്ഥാനമാണ്. മെയ്യിലെ റിപ്പോർട്ട് 2023 മെയ്യിലെ റിപ്പോർട്ട് പ്രകാരം പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ സൂചിക പ്രകാരം ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 161 സ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നിലാണ്. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6000 രൂപ സഹായധനം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഈ പദ്ധതികളൊക്കെ സ്ഥിരം ചോദ്യമാണിപ്പോൾ. അതുകൊണ്ട് ഈ പദ്ധതികൾ കൃത്യമായിട്ട് പഴയതും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഉറപ്പായിട്ടും ചോദിക്കും. സുജല എന്നൊരു പദ്ധതി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. റേഷൻ കടകളിലൂടെ 1 ലിറ്റർ ശുദ്ധജലം കൊടുക്കുന്നൊരു പദ്ധതിയാണ് സുജല. അപ്പോൾ അങ്ങനെ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, ഉറപ്പായിട്ടൊരു പദ്ധതി ചോദിക്കും. അപ്പോൾ ഇവിടെ നോക്കാം. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6000 രൂപ സഹായധനം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ടെലഗ്രാം ചാനലിൽ നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ പരീക്ഷകൾ മാത്രമല്ല, അല്ലാതെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓഡിയോ ക്ലാസ് കൊടുക്കുന്നുണ്ട്, PDF കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനകത്തുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജപ്പാനിലെ നിവാനോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ PV രാജഗോപാൽ ഏറ്റുവാങ്ങി. ജപ്പാനിലെ നിവാനോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ PV രാജഗോപാൽ ഏറ്റുവാങ്ങി. ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച് ബോളിവുഡ് താരം ദീപിക പദുകോൺ. ഗ്ലോബൽ സ്റ്റാർ എന്നാണ് ദീപികയ്ക്ക് നൽകിയിരിക്കുന്ന വിശേഷണം. ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച ബോളിവുഡ് താരം ആരാണ്? ദീപിക പദുകോൺ. ഗ്ലോബൽ സ്റ്റാർ എന്നാണ് ദീപികയ്ക്ക് നൽകിയിരിക്കുന്ന വിശേഷണം. ബഹ്റൈനിലെ പുതിയ അംബാസഡറായി മലയാളിയായ വിനോദ് കെ ജേക്കബ് നിയമിതനായി. ലോകത്തെ മികച്ച ആഡംബര ബ്രാൻഡുകളിൽ ഒന്നായ ഗുച്ചിയുടെ ഗ്ലോബൽ അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരിയായി ആലിയ ഭട്ട് ഇപ്പോൾ ഗുച്ചിയുടെ ഗ്ലോബൽ അംബാസഡറാണ് അല്ലേ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ GV രാജ പുരസ്കാരം ബാഡ്മിൻ്റൺ താരം അപർണ ബാലനും അത്ലറ്റ് M ശ്രീശങ്കറിനും സമ്മാനിച്ചു. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഫുട്ബോൾ പരിശീലകൻ TK ചാത്തുണ്ണിക്ക് ലഭിച്ചു. മികച്ച പരിശീലകനായി നീന്തൽ കോച്ച് PS വിനോദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അനിരു അശോകൻ റിപ്പോർട്ടർ മാധ്യമം, ജോസ് കുട്ടി പനയ്ക്കൽ ഫോട്ടോഗ്രാഫർ മലയാള മനോരമ, ജോബി ജോർജ് ദൃശ്യമാധ്യമ പരിപാടി ഏഷ്യാനെറ്റ് ന്യൂസ് എന്നിവർക്കാണ് മാധ്യമ പുരസ്കാരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് GV രാജ പുരസ്കാരം ലഭിച്ചവരാണ്. അത് ബാഡ്മിൻ്റൺ താരം അപർണ ബാലനും അത്ലറ്റ് M ശ്രീശങ്കറും. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇത് ചോദിച്ചില്ലെങ്കിൽ സാധ്യത ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി അതാരാണ്? TK ചാത്തുണ്ണി. ഫുട്ബോൾ പരിശീലകനാണ് TK ചാത്തുണ്ണി. ഇതാണ് അതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി ഇന്ത്യൻ വംശജൻ അജയ് ബംഗ നിയമിതനായി. ഇത് മെയ്യിലെ റിപ്പോർട്ടാണ്. ഇപ്പോഴും അജയ് ബംഗ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റാണ് ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ജേതാവ്. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ജേതാവ്. നീരജ് ചോപ്ര എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ അടുത്തുണ്ടാക്കിയ റെക്കോർഡുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. അല്ലെങ്കിൽ തന്നെ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള ചോദ്യം എന്തായാലും ഉണ്ടാകും. അതിലൊരു പക്ഷേ നീരജ് ചോപ്ര ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ രോഹിത് ശർമ്മയാവാം, അല്ലെങ്കിൽ HS പ്രണോയിയോ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയോ ചിരാഗ് ഷെട്ടിയോ ആകാം.
അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തോളുക. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ജേതാവ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൈനയുടെ ഡിങ് ലിറന്. ഇത് ഓർത്തിരിക്കുക, ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ചൈനയുടെ ഡിങ് ലിറനാണ്. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരനാണ് ഇദ്ദേഹം. ഇതൊരു നല്ല പോയിന്റാണ്, ഓർത്തിരിക്കുക. ഡിങ് ലിറൻ എന്നാണ്. ഡിങ് ലിറൻ, മാഗ്നസ് കാൾസൺ അല്ലേ, ആ പേരുകളാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഇത് ഡിങ് ലിറൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഡിങ് ലിറൻ ചൈനക്കാരനാണ്. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരനാണ് ഡിങ് ലിറൻ. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. ഇത് 2022 പറയുന്നത് കേട്ടോ. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. ജമൈക്കയുടെ സ്പ്രിന്റ് താരം ഷെല്ലി ആൻ ഫ്രേസറാണ് മികച്ച വനിതാ താരം. മികച്ച വനിതാ താരം. ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീനയ്ക്കാണ് ടീമിനത്തിലെ പുരസ്കാരം. ഇത് 2022 കാര്യമാണ് പറയുന്നത്. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. ജമൈക്കയുടെ സ്പ്രിന്റ് താരം ഷെല്ലി ആൻ ഫ്രേസറാണ് മികച്ച വനിതാ താരം. ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീനയ്ക്കാണ് ടീമിനത്തിലെ പുരസ്കാരം ലഭിച്ചത്. വനിതാ കലാസാഹിതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. PK റോസി കലാപ്രതിഭ പുരസ്കാരം നേടിയത് ഷേർലി സോമസുന്ദരം. PC കുറുമ്പ സ്മാരക സാമൂഹ്യ പ്രതിഭാ പുരസ്കാരം നേടിയത് ഷീബ പ്രകാശ്. രാജലക്ഷ്മി സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം നേടിയത് R രാജശ്രീ. യശോദ ടീച്ചർ സ്മാരക മാധ്യമ പ്രതിഭാ പുരസ്കാരം നേടിയത് റോസ് മരിയ വിൻസെന്റ്. ഒന്നുകൂടി നോക്കാം. വനിതാ കലാസാഹിതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. PK റോസി കലാപ്രതിഭാ പുരസ്കാരം ഷേർലി സോമസുന്ദരം. PC കുറുമ്പ സ്മാരക സാമൂഹ്യ പ്രതിഭാ പുരസ്കാരം ഷീബ പ്രകാശ്. രാജലക്ഷ്മി സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം R രാജശ്രീ. യശോദ ടീച്ചർ സ്മാരക മാധ്യമ പ്രതിഭാ പുരസ്കാരം റോസ് മരിയ വിൻസെന്റ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്